ഏപ്രിൽ മാസം 14-ാം തീയതിയാണ് മേടം 1-ാം തീയതിയും അതോടൊപ്പം തന്നെ വിഷുദിനവും വരുവാൻ പോകുന്നത്. നാം എല്ലാവരും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു പുതുവർഷത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്ന ഈ ഒരു ദിവസം നിങ്ങളുടെ വീടുകളിൽ വന്നു കയറുന്ന വ്യക്തികൾ ഏത് നക്ഷത്രക്കാരാണ് എന്നുള്ളത് വളരെയേറെ പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യമാണ്. കാരണം മേടമാസം 1-ാം തീയതി വിഷുദിനത്തിൽ നിങ്ങളുടെ വീടുകളിൽ ചില നക്ഷത്രക്കാർ കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭവനത്തിന് എന്തെന്നില്ലാത്ത ഐശ്വര്യവും ഉയർച്ചകളും വെച്ചടി കയറ്റവും ഉണ്ടാകുവാൻ ഇടയാക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. നമ്മളെല്ലാവരും തന്നെ പലപ്പോഴും പറയാറുള്ളതും ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതുമായ ഒരു കാര്യമാണ്, ചില ആളുകൾ പുതിയ മാസത്തിൻ്റെ ആദ്യ ദിവസമോ അതല്ല എന്നുണ്ടെങ്കിൽ പുതുവർഷത്തിൻ്റെ ആദ്യ ദിവസമോ വീടുകളിൽ വന്നു കയറിയിട്ടുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് നമ്മുടെ വീടുകളിൽ കഷ്ടതകളും ദുരിതങ്ങളും തീരില്ല എന്നുള്ളത്. അത് വെറുമൊരു കാര്യമല്ല. അതുപോലെ തന്നെയാണ് ഇന്നത്തെ അധ്യായത്തിൽ പറയുവാൻ പോകുന്ന നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിൽ മേടമാസം 1-ാം തീയതി വിഷുദിനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്ന ഉയർച്ചകളും. അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിൽ ഈ മേടം 1-ാം തീയതി വന്നിട്ടുണ്ടെങ്കിലാണ് നിങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ഉയർച്ചകളും ഐശ്വര്യവുമെല്ലാം വരുവാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ മേടം 1-ാം തീയതി നിങ്ങളുടെ ബന്ധുക്കളായിട്ടുള്ള ഈ നക്ഷത്രക്കാരോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയക്കാരായിട്ടുള്ള ഈ നക്ഷത്രക്കാരോ നിങ്ങളുടെ വീട്ടിൽ വരുവാൻ ഒരു സാധ്യതയുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളവരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് പോലും ഏറ്റവും ഗുണകരമായ ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, ഒരു കാരണവശാലും നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുവാൻ താല്പര്യമില്ലാത്ത വ്യക്തികളെയോ അതുപോലെ തന്നെ നിങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്ന വ്യക്തികളെയോ ഈ നക്ഷത്രക്കാരാണല്ലോ എന്ന് കരുതി നിങ്ങൾ വീട്ടിലേക്ക് കയറ്റുവാൻ പാടില്ല. തീർച്ചയായും ഈ വ്യക്തികൾ നിങ്ങൾ ക്ഷണിക്കുമ്പോൾ സന്തോഷത്തോടെ വരുന്നവരും അതല്ല എന്നുണ്ടെങ്കിൽ അവരായി സ്വയം തീരുമാനമെടുത്ത് സന്തോഷത്തോടെ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരുന്നവരുമായിരിക്കണം. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് കൂടുതലായി സാമ്പത്തിക ഉന്നമനങ്ങൾ ഉണ്ടാകുവാനായി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യത്തെപ്പറ്റി ഈ അധ്യായത്തിൻ്റെ അവസാനം പറയുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും മേടമാസം 1-ാം തീയതി വിഷുദിനത്തിൽ നിങ്ങളുടെ വീടുകളിൽ കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉയർച്ചകളും സമ്പൽ സമൃദ്ധിയുമെല്ലാം വരുവാനിടയാക്കുന്ന ആദ്യത്തെ നക്ഷത്രക്കാർ ആയില്യം നക്ഷത്രക്കാരാണ്. നിങ്ങളുടെ ഭവനത്തിൽ എത്രയൊക്കെ കഷ്ടതകളും ദുരിതങ്ങളുമാണ് നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിരുന്നതെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് ഈ മേടമാസം 1-ാം തീയതി ഒരു ആയില്യം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തി സന്തോഷത്തോടെ വന്നു കയറിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഉണ്ടാകുവാൻ പോകുന്ന നേട്ടങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കും. സാമ്പത്തിക നേട്ടം മാത്രമല്ല, മാനസികമായിട്ടുള്ള സന്തോഷവും സമാധാനവുമെല്ലാം ഇവർ വിഷുദിനത്തിൽ വന്നു കയറുന്ന വീട്ടിൽ നിറഞ്ഞു നിൽക്കുമെന്നുള്ള കാര്യം അച്ചിട്ടാണ്. ഇനി രണ്ടാമതായി മേടം 1-ാം തീയതി വിഷുദിനത്തിൽ നിങ്ങളുടെ ഭവനത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഐശ്വര്യമായി വരുന്ന നക്ഷത്രക്കാർ ഉത്രം നക്ഷത്രക്കാരാണ്. ഇതിൽ സ്ത്രീകളോ പുരുഷന്മാരോ എന്നൊന്നുമില്ല.
ഉത്രം നക്ഷത്രത്തിൽ പിറന്ന ഏതൊരു മനുഷ്യനാണെങ്കിലും നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവരാണ് ആ വ്യക്തി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ഉയർച്ചകളായിരിക്കും ഇവർ വന്നു കയറിയതിന് ശേഷമുള്ള കാലയളവിൽ ഉണ്ടാകുന്നത്. ഇവർ നിങ്ങളുടെ വീടുകളിലേക്ക് വിഷുദിനത്തിൽ വരികയും നിങ്ങളോടൊപ്പം വിഷുദിന ആഘോഷങ്ങളിൽ വളരെ സന്തോഷത്തോടെ പങ്കെടുക്കുകയും നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഫലമായി നിങ്ങൾക്ക് തന്നെ ജീവിതത്തിൽ ഉയർച്ചകളും നേട്ടങ്ങളും ഉണ്ടാകുമെന്നുള്ളതാണ് വാസ്തവം. ഇനി മൂന്നാമതായി, നിങ്ങളുടെ വീടുകളിൽ ഈ വിഷുദിനത്തിൽ കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അധികം ഐശ്വര്യപൂർണമായ ഫലങ്ങൾ നിങ്ങളിലേക്ക് വരുവാനിടയാക്കുന്ന നക്ഷത്രക്കാർ ചോതി നക്ഷത്രക്കാരാണ്. ഇവർ 1-ാം തീയതി വീടുകളിൽ വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ഐശ്വര്യത്തിൻ്റെ നിറകുടമാണെന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. ഇവർക്ക് സ്വന്തം ജീവിതത്തിൽ കഷ്ടതകളും ദുരിതങ്ങളുമൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഇവർ മറ്റുള്ള വീടുകളിൽ ചെന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ പൊന്നു വിളയുമെന്നുള്ളതാണ് വാസ്തവം. ഇനി അടുത്തതായി, വിഷുദിനത്തിൽ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ഐശ്വര്യവും സമ്പന്നതയും ശുഭകരമായ ഫലങ്ങളും വന്നു ചേരുവാൻ ഇടയാക്കുന്ന നക്ഷത്രക്കാർ രേവതി നക്ഷത്രക്കാരാണ്. രേവതി നക്ഷത്രക്കാർ എന്ന് പറയുന്നത് ഏറ്റവും അധികം ഈശ്വരാധീനവും ദൈവ ചൈതന്യവും എല്ലാം വളരെയധികം ലഭിച്ചിരിക്കുന്ന നക്ഷത്രക്കാരാണ്. ഈ രേവതി നക്ഷത്രക്കാർ നിങ്ങളുടെ ഭവനത്തിലേക്ക് സന്തോഷത്തോടെ 1-ാം തീയതി വരികയും നിങ്ങൾ അവരെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയുമൊക്കെ ചെയ്യുന്നത് നിങ്ങളിലേക്ക് സമ്പന്നത വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ്. വെറും സമ്പന്നത മാത്രമല്ല, നിങ്ങൾ കോടിപതികൾ വരെ ആയേക്കാം. ഇനി 5-ാമതായി, മേടമാസം 1-ാം തീയതി വിഷുദിനത്തിൽ നിങ്ങളുടെ ഭവനത്തിലേക്ക് ആദ്യമായി വന്നു കയറിയാൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നിങ്ങളുടെ ഭവനത്തിന് നൽകുവാനിടയാക്കുന്ന നക്ഷത്രക്കാർ ചതയം നക്ഷത്രക്കാരാണ്. ഇവർ വീടുകളിൽ 1-ാം തീയതി വന്നു കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യത്തിനും ആരുടെ മുൻപിലും കൈ നീട്ടേണ്ടി വരില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. കാരണം അത്രയേറെ ഉയർച്ചകളും സാമ്പത്തിക നേട്ടങ്ങളുമെല്ലാം തന്നെ ഇവർ 1-ാം തീയതി വന്ന് കയറുന്ന വീടുകളിൽ ഉണ്ടാകും. ഇനി അവസാനമായി, ഈ മേടം 1-ാം തീയതി വിഷുദിനത്തിൽ നിങ്ങളുടെ വീട്ടിലേക്ക് കാലെടുത്ത് വച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ സർവ്വ ധനധാന്യ സമൃദ്ധി വരുവാൻ ഇടയാക്കുന്ന നക്ഷത്രക്കാർ കാർത്തിക നക്ഷത്രക്കാരാണ്. ഭക്ഷണത്തിന് പോലും ദാരിദ്ര്യം അനുഭവിച്ചു കൊണ്ടിരുന്ന വീടാണ് നിങ്ങളുടേതെങ്കിൽ പോലും ഈ വിഷുദിനത്തിൽ ഈ കാർത്തിക നക്ഷത്രക്കാർ നിങ്ങളുടെ ഭവനങ്ങളിൽ സന്തോഷത്തോടെ വരികയും അവർ നിങ്ങളോടൊപ്പം സന്തോഷത്തോടെ സമയം ചിലവഴിക്കുകയും നിങ്ങൾ അവരെ സൽക്കരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങളുടെ വീടുകളിൽ നിലനിന്നിരുന്ന ദാരിദ്ര്യം എല്ലാം അകലുകയും ഉയർച്ചകളും അഭിവൃദ്ധിയും താനെ വരുന്നതും കണ്ടറിയുവാൻ കഴിയും. ഇനി ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ നിങ്ങളിലേക്ക് കൂടുതൽ നേട്ടങ്ങൾ വന്നു ചേരുവാനായി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി പറയാം. ഇതിൽ ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത്, ഈ പറഞ്ഞ നക്ഷത്രക്കാരിൽ ആരും തന്നെ നിങ്ങൾ ക്ഷണിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് മേടം 1-ാം തീയതി വിഷുദിനത്തിൽ വരുവാൻ സാധ്യതയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ നക്ഷത്രക്കാരിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ള ആരെയെങ്കിലും നിങ്ങൾ വീടുകളിലേക്ക് ക്ഷണിച്ചു വരുത്തുവാൻ മറക്കാതിരിക്കുക എന്നുള്ളതാണ്. ക്ഷണിക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നവരും നിങ്ങൾ വിളിക്കുമ്പോൾ സന്തോഷത്തോടെ നിങ്ങളുടെ ഭവനത്തിലെ
സന്തോഷത്തിൽ പങ്കുചേരുവാൻ ഇഷ്ടപ്പെടുന്നവരുമാണ് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഇനി നിങ്ങൾ ക്ഷണിക്കാതെ നിങ്ങളുടെ വീടുകളിലേക്ക് വിഷുദിനത്തിൽ ആദ്യമായി ഇതിൽ ഏതെങ്കിലും നക്ഷത്രക്കാർ വരികയാണെങ്കിൽ പോലും നിങ്ങൾ അവരുടെ മനസ്സ് വേദനിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും പറയുവാനോ അവരെ പരിഹസിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളോ പാടില്ല. ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കയറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവരെ കൂടുതലായി സൽക്കരിക്കുകയും പ്രാധാന്യം നൽകുകയും വേണം ചെയ്യുവാൻ. ഇതിലെല്ലാം ഏറ്റവും പ്രധാനമായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇവർ വീടുകളിലേക്ക് വരുമ്പോൾ തീർച്ചയായും അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ വിഷു കൈനീട്ടം വാങ്ങുകയും അവർക്ക് നിങ്ങൾ വിഷു കൈനീട്ടം നൽകുകയും ചെയ്യണം. നിങ്ങളെക്കൊണ്ട് സാധിക്കുമെങ്കിൽ പുതിയ ഒരു ജോഡി വസ്ത്രം അവർക്ക് വാങ്ങിക്കൊടുക്കുന്നതും നിങ്ങളിലേക്ക് ഉയർച്ചകളും നേട്ടങ്ങളും വരുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല, അവർ നിങ്ങൾക്ക് നൽകുന്ന വിഷു കൈനീട്ടം ഒരു കാരണവശാലും നിങ്ങൾ ചിലവാക്കുവാൻ പാടില്ല. അത് നിങ്ങളുടെ പേഴ്സിനുള്ളിൽ വയ്ക്കുന്നത് നിങ്ങളുടെ ദാരിദ്ര്യമെല്ലാം അകലുവാനും നിങ്ങളിലേക്ക് സാമ്പത്തികമായ ഉന്നമനങ്ങൾ വന്നു ചേരുവാനും ഇടയാക്കും. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും നക്ഷത്രക്കാർ വിഷുദിനത്തിൽ നിങ്ങളുടെ ഭവനത്തിൽ വരികയും നിങ്ങൾക്ക് അതിൻ്റേതായ ഗുണഫലങ്ങൾ ലഭിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും അത് എഴുതി അറിയിക്കുക. ഈശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.